ഒന്ന് വിട്ടോ വിട്ടോ. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നും മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ PT ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിൾ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ? എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീന മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് മെഴുതിരി കത്തിച്ചോളാമെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം. നോക്കാം. റെഡി? നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലൊടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടില് പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തല ഉയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. വലിയ ഉപകാരം സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല ഞാൻ വല്ല ട്രെയിനിൽ തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്താനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം. മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. ശകുന്തളെ, അല്ല എന്താ ഉദ്ദേശം? എന്ത് എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ പറയാം. ഫ്ലാറ്റിലേക്ക് കിടക്കാം. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല. താങ്ങാൻ എന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി തെളിയണുണ്ട് കേട്ടാ.
ഗുഡ് മോർണിംഗ് കനിമോളെ. ഗുഡ് മോർണിംഗ് ബിജുമോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ മോളും എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ? ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടൊക്കെ ഹാജർ വെച്ചു. ഓ ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കരങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേര്. വിട്ടു. വിട്ടോ. അല്ല ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. ഷോ ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. മോഹൻ ഷോപ്പിന്റെ ചാവി കണ്ടോ? ആഹാ, ഇന്നും മറന്നോ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിനെന്താ കയ്യും കാലും ഉണ്ടോ? ദേ മോഹൻ ചിരിക്കല്ലേ. എന്നും ഇത് പതിവായ ചിരിക്കാതെ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറവി അല്പം കൂടുതലായി പോയി. എന്റെ ട്രെയിൻ പോകും. മോഹൻ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ചു പോ. നിധി, മമ്മിയുടെ ചാവി കണ്ടോ? ഇല്ല. ഇവിടെ ഇതുവരെ റെഡി ആയില്ലേ? മോഹൻ പൊയ്ക്കോളൂ, ലേറ്റ് ആവും. സാരമില്ല, താ നോക്ക്. കിട്ടി. എവിടെയായിരുന്നു? വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റില്. രാത്രി കിച്ചൺ ക്ലീൻ ചെയ്തപ്പോ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇട്ട് കാണും. ഓ, തന്റെ മറവിക്ക് ഒരു ഓസ്കാർ തരണം. വാ പോവാ, ലേറ്റ് ആയി. നിധി, ഞങ്ങൾ ഇറങ്ങാ. പപ്പയെ സ്റ്റേഷനിൽ വിട്ടിട്ട് മമ്മി ഷോപ്പിലേക്ക് പോവും. നടക്ക്. അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. നിധി മോളോട് യാത്ര പറഞ്ഞിട്ടാവാം. നിധി, പപ്പ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയിക്കോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാൽ അവളെ കാണൂ. അപ്പൊ ഞാൻ ലേറ്റ് ആവും. സാരമില്ല മോളെ, ഒന്ന് വേഗം. പപ്പ ഇറങ്ങ. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. കനിയുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ? പപ്പ നെക്സ്റ്റ് വീക്കിൽ വരും. പപ്പയെ വിളിക്കാൻ മമ്മി മറക്കും. എങ്കിലും മോൾ ഓർത്ത് വിളിക്കണം. വിളിക്കാനൊന്നും ഞാൻ മറക്കാറില്ല. അല്ലെങ്കിലും മോഹൻ ഇങ്ങോട്ട് വിളിക്കാലോ. ആ, മോക്ക് പപ്പ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടമായില്ലല്ലേ? മോളുടെ ഇഷ്ടം പറ. നെക്സ്റ്റ് ടൈം പപ്പ അത് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആർ യു ഷുവർ? ഷുവർ. മമ്മി ബൈ, എനിക്ക് സമയായി. ബൈ മോളെ. പലപ്പോഴും എനിക്ക് നിധിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. അവള് വളരുന്നതുകൊണ്ടാവും അല്ലേ? അത് മോഹന്റെ തന്നെ കുഴപ്പമാ. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊടുത്ത്. അത് പിന്നെ നമ്മുടെ കുട്ടികളല്ലേ. വാ, ലേറ്റ് ആവുന്നു. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലങ്കിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ? അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ 2 മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയേ? എടാ ചെറുക്ക, ഞാൻ ഇന്നൊരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോവാ. അതിന് ഞാനെന്തോണം? തല കുത്തിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോ. ഞാനില്ലേ. ആ ഉണക്ക പ്രോഗ്രാം ടിവിയിൽ പറഞ്ഞ ദിവസം പറഞ്ഞാ മതി. അന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പറയാനാ. അബദ്ധത്തിനൊന്നും ടി.വി ഓൺ ചെയ്ത് കളയല്ലേന്ന്. ഓക്കെ, എന്റെ ഉണക്ക പ്രോഗ്രാമിന് എന്തായാലും ഒരാള് കാണും. അതാര്? ഞാൻ അയാൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു മരമണ്ടൂസും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി പോയിട്ട് വരട്ടെ ചക്കരക്കുട്ട. വരുമ്പോ ചിലപ്പോ സന്ധ്യയാവും. നിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഒരു സ്കൂളില് അവരുടെ ജൂബിലിയാ. അച്ഛമ്മേ, ഞാൻ പോവാട്ടോ. ഈ ചെറുക്കനെ ഇന്ന് പുറത്തേക്ക് വിടണ്ട. അവർ റെസ്റ്റ് എടുക്കട്ടെ. ആ വാതിലൊക്കെ അടിച്ച് കുറ്റിയിട്ടേക്ക്. എന്താ ഇനി കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ഈ ചെറുക്കന്റെ ഓരോ വട്ട്. സ്കൂളിലെ ചേച്ചി സത്യം പറ. എന്റെ അനിയച്ചാരുടെ ഒരു ഗേൾ ഫ്രണ്ട് പഠിക്കുന്നുണ്ട് ആ സ്കൂളില്. അത്രേ അറിയൂ. അയ്യോ, ഞാനുണ്ട്. ഏയ്, ഇത് ഉണക്ക പ്രോഗ്രാമാ. മോൻ വരണ്ട. എന്തുണക്കായാലും വേണ്ടൂല, ഞാനുണ്ട്. എന്റെ പൊന്നേച്ചിയല്ലേ. ഒരു 2 മിനിറ്റ്സ് ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ എത്തി. ഓ, എന്തൊരു സ്നേഹം പൊന്നേച്ചി. ആദ്യം എന്തായിരുന്നു ജാടാ? അത് കാര്യം അറിയണ്ടല്ലേ ചേച്ചി. സോറി. ഇങ്ങനെ സോറി പറഞ്ഞാ പോരാ, കാല് പിടിച്ച് സോറി പറയടാ. അത് വേണോ? വേണം. പിടിയടാ. സോറി സോറി സോറി. ശരി, കേറ്. അയ്യോ, ഡ്രസ്. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. ഡു യു നോ ദാറ്റ്?
നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ G9 മിസ്സസ് അന്ന കുര്യന്റെ ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിവാസമല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സിസ് അന്ന കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് വർഷം 7 എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2ാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണ് ആശ്വസിപ്പിക്കുക. അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്. അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത്? സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരവസരം കൂടി തരാം, ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്. അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക്. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണ് ആവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ? വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കുക. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയേ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ? എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റും തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖല്ലേ, എല്ലാവർക്കും കിട്ടൂല. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്കെന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്. നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്.
നോ ഐ ആം അഷേംഡ് ഓഫ് യു. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും അല്ലേ മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്, ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും.